ഇന്ന് ജൂലൈ 16 വ്യാഴാഴ്ച. നാളെ ഇൻ്റർനാഷണൽ ജസ്റ്റിസ് ഡേ, അന്താരാഷ്ട്ര നീതിന്യായ ദിനം ലോകമൊട്ടുക്കും ആചരിക്കുന്നു. ഇന്ന് കൊട്ടാരം തൊട്ട് കുടിലുകൾ വരെ അനുഭവിക്കുന്ന പ്രത്യാഘാതങ്ങളിൽ ഏറ്റവും വലുത് നീതി ഇല്ലാതെ പോകുന്നതാണ്. ഒരു കുടിലിൽ ഒരു ഉമ്മയും ഉപ്പയും 2 മക്കളുമാണ്. ആ 2 മക്കളിൽ ഒരാളോട് എന്തെങ്കിലും ഒരു വിവേചനം കാണിച്ചാൽ അത് മായാതെ മറയാതെ കുട്ടികൾ തമ്മിൽ അകന്ന് മാതാപിതാക്കളുമായുള്ള ബന്ധം നഷ്ടപ്പെടും. മാതാപിതാക്കൾ കുട്ടികളോടാണെങ്കിലും അധ്യാപകന്മാർ വിദ്യാർത്ഥികളോടാണെങ്കിലും മുതലാളിമാർ തൊഴിലാളികളോടാണെങ്കിലും ഭരണാധികാരികൾ ഭരണീയരോടാണെങ്കിലും നീതിപൂർവം ഇടപെടാൻ ശ്രമിച്ചാൽ ഇന്ന് നാം നേരിടുന്ന മഹാഭൂരിഭാഗം പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഞാൻ ഓർക്കുന്നൊരു സംഭവം, എന്നെ വല്ലാതെ വേദനിപ്പിച്ച സംഭവം. ഒരു മയ്യത്ത് കണ്ട് പുറത്തു വന്നപ്പോൾ ആ വാപ്പായുടെ 4 മക്കളിൽ ഒരാൾ അല്പം ബുദ്ധി കുറവായിരുന്നു. ആ മയ്യത്ത് നിസ്കാരത്തിൻ്റെ കത്തിൽ 3 മക്കളുടെ പേരുണ്ട്, ഈ മകൻ്റെ പേരില്ല. ആ കത്ത് കാണിച്ചിട്ട് എൻ്റെ വാപ്പല്ലേ മരിച്ചു കിടക്കുന്നത്, എന്നെ പേരിവിടെ കൊടുക്കാതിരുന്നത് എന്നുള്ള അവഗണനയല്ലേ? ആ ദുഃഖം എത്രമാത്രം വേദനാജനകമായിരിക്കും. ബുദ്ധിയുടെയോ പണത്തിൻ്റെയോ സ്വാധീനത്തിൻ്റെയോ ശക്തിയുടെയോ കുറവിൻ്റെ പേരിൽ ഒരാളെയും മാറ്റി നിർത്തരുത്. തുല്യ പരിഗണന എല്ലാവർക്കും നൽകാൻ എല്ലാ കുടിലുകളിലും കൊട്ടാരങ്ങളിലും അത് ഒരു മുഖമുദ്രയാക്കിയാൽ കുറേ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയും. എല്ലാവരും ഇന്ന് എടുക്കേണ്ട പ്രതിജ്ഞ, ഞാൻ എൻ്റെ വീട്ടിൽ നീതിപൂർവം മാത്രമേ സംസാരിക്കൂ, നീതിപൂർവം മാത്രമേ ഇടപെടൂ, നീതിപൂർവം മാത്രമേ പ്രവർത്തിക്കൂ എന്നാവട്ടെ.